ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഡിഗ്രി പ്രിലിംസ് തേർഡ് ഫേസ് എഴുതുന്നവരാണോ? നിങ്ങളെല്ലാവരും ഫസ്റ്റ് ഫേസിലെയും സെക്കൻഡ് ഫേസിലെയും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ചെയ്ത് നോക്കിയിട്ടുള്ളവരാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. ചെയ്യാത്തവരാണെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക. അറിയാത്ത കാര്യങ്ങൾ എഴുതി വെക്കുക. പിന്നീട് LDC ആണെങ്കിലും പ്രിപ്പയർ LDCയോ LPUPയോ CPO എന്ത് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് പെട്ടെന്ന് തുടങ്ങാം. വാട്ട് പാർട്ട് ഓഫ് സ്പീച്ച് ഈസ് ദ വേർഡ് ക്വിക്ക്ലി? ഇപ്പം LYയിൽ എൻഡ് ചെയ്യുന്നത് എന്തായിരിക്കും? ആഡ്വർബ്. ചൂസ് ദ ഇൻകറക്റ്റ് സ്പെല്ലിംഗ്. ഇൻകറക്റ്റ് സ്പെല്ലിംഗ് ഏതാണെന്നാണ് പറയേണ്ടത്. അപ്പം ഏതാണ്? എഴുതി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻകറക്റ്റ് ആയിട്ടുള്ളത് കറക്റ്റ് ആയിട്ടുള്ളതാണ് NECESSARY. ഇൻകറക്റ്റ് ആയിട്ടുള്ളത് 2ഉം 3ഉം ആണ് ഇൻകറക്റ്റ്. ഓപ്ഷൻ B ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ ഇൻകറക്റ്റ് പ്രിപ്പോസിഷൻ യൂസേജ്. ഹീ ഈസ് അലർജിക് ടു ക്യാറ്റ്സ്. കറക്റ്റാണ്. ഷീ ഈസ് ഫോണ്ട് ഓഫ് പ്ലേയിങ് the piano. കറക്റ്റാണ്. ദ ടീച്ചർ ഇൻസിസ്റ്റഡ് ഇൻ കംപ്ലീറ്റിംഗ് ദ അസൈൻമെൻറ്റ്. തെറ്റാണ്. ഇൻസിസ്റ്റഡ് ശേഷം എന്താ വരുന്നത്? ഓൺ. ഇൻസിസ്റ്റഡ് ഓൺ എന്നാണ് വരുന്നത്. ഇൻസിസ്റ്റഡ് ഓൺ എന്നാണ് വരുന്നത്. ഇൻസിസ്റ്റഡ് ഓൺ. ഓക്കെ. ദേ ആർ എക്സൈറ്റഡ് അബൌട്ട് ദ അപ്കമിങ് ട്രിപ്പ്. അത് ശരിയാണ്. അപ്പോൾ ഏതാണ് വരുന്നത്? ഇൻസിസ്റ്റഡ് ഇന്നല്ല വരുന്നത്, ഓൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗ്രാമാറ്റിക്കലി കറക്റ്റ്? ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഏതാണെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഷീ വെൻറ്റ് ടു ദ സ്റ്റോർ യെസ്റ്റർഡേ. അത് കറക്റ്റാണ്. ബാക്കി നോക്കാം നമുക്ക് ഓരോന്നായിട്ട്. ഹീ വോക്ക് 2 miles ദിസ് മോർണിംഗ്. ഇപ്പോൾ ഇവിടെ എന്താ വരത്തുള്ളൂ? വോക്ക് വരുമോ? ഇവിടെ സിംഗിൾ പേഴ്സൺ ആണ്. അപ്പോൾ എന്തേ വരത്തുള്ളൂ? വോക്സേ വരത്തുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് ഇത് തെറ്റാണ്. ദേ ഹാവ് ഈറ്റഡ് ലഞ്ച് ഓൾറെഡി. ഈറ്റിൻ്റെ V3 ഫോം ഏതാ? ഈറ്റൺ. EATEN. ഈറ്റൺ എന്നാണ് വരേണ്ടത്. അപ്പോൾ അതും തെറ്റാണ്. നെക്സ്റ്റ് വൺ, വി ഗോയിങ് ടു ദ പാർക്ക് ടുമോറോ. വി ആർ ഗോയിങ് ടു ദ. ആർ കഴിഞ്ഞിട്ടാണ് R+ING ഫോമാണ്. R+ വെർബ് +ING ഫോമാണ് വരുന്നത്. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ ഒന്ന് മാത്രം ശരി എന്നുള്ളൊരു ഓപ്ഷൻ ഇതിനകത്തില്ല. അതുകൊണ്ട് നൺ ഓഫ് ദി എബോ. ഓക്കെ. നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാവ് ദെയർ ഓൺ ലാപ്ടോപ്പ്. Each of the students has their own laptop. Each of the students has his own their laptop. അങ്ങനെയാണ് സാധാരണ വരേണ്ടത്. പക്ഷെ PSC കൊടുത്തിരിക്കുന്ന ആൻസർ ഇതാണ്. ഓപ്ഷൻ B ആണ് PSC കൊടുത്തിരിക്കുന്നത്. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് യൂസ് ഓഫ് പാസീവ് വോയിസ്. ദ കേക്ക് വാസ് ബേക്കിംഗ് ഇൻ ദ ഓവൻ. The cake was baking in the oven. Next one, ഇതിൻ്റെ ആൻസർ PSC കൊടുത്തിരിക്കുന്നത് A ആണ്. ഇതിനൊക്കെ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നമുക്ക് മെയിൻ ആൻസർ കീ വരുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഇതിൽ ദ കേക്ക് വിൽ ബി ബേക്ക് ഇൻ ദ ഓവൻ. അത് വിൽ ബി ഉണ്ടായിരുന്നെങ്കിൽ ഇത് കറക്റ്റ് ആകുമായിരുന്നു. ദ ബേക്കർ ഹാസ് ബീൻ ബേക്ക് ദ കേക്ക് ഇൻ ദ ഓവൻ. മറ്റേത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് വോയിസ് തന്നെയാണ് ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ്. PSC തന്നിരിക്കുന്ന ആൻസർ കീ ദ കേക്ക് വാസ് ബേക്കിംഗ് ഇൻ ദ ഓവൻ. ഇനി നമുക്ക് മെയിൻ ആൻസർ കീ വരുമ്പോൾ നോക്കാം. ഓക്കെ. സെലക്ട് ദ സെൻറ്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. നമ്മൾ ബിഗിനിങ് എപ്പോഴും എന്തായിരിക്കും? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും കൊടുക്കേണ്ടത്. അപ്പോൾ ബിഗിനിങ് ഇതിനൊക്കെ ഉണ്ട്. 2 ഓപ്ഷനിൽ ബിഗിനിങ് ക്യാപിറ്റലുണ്ട്. B ഓപ്ഷനിലും ഉണ്ട്, C ഓപ്ഷനിലും ഉണ്ട്. ബാക്കിയുള്ളത് നോക്കാം. ഐ ആം ഗോയിങ് ടു ദ മാൾ. പിന്നീട് ആമിന് ക്യാപിറ്റൽ ലെറ്ററിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇതാണ് കറക്റ്റ്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ആൻറ്റണിം ഓഫ് ദി വേർഡ് കംഫോർട്ടബിൾ. ഫോംഡ് വിത്ത് ദ സഫിക്സ് വെച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്.
സഫിക്സ് എന്ന് പറയുമ്പോൾ എന്താ, പിന്നീട് വരുന്നതാണ്. അപ്പോൾ വരേണ്ടത് കംഫോർട്ട്ലെസ് ആണ് വരേണ്ടത്. പക്ഷേ PSCയുടെ ആൻസർ കീയിൽ പ്രൊവിഷനിൽ വന്നിരിക്കുന്നത് അൺകംഫോർട്ടബിളാണ്. ശരിക്കും അൺകംഫോർട്ടബിൾ എന്ന് പറയുന്നത് ഒരു പ്രിഫിക്സ് വെച്ചിട്ട് വരുന്നതാണ്. അത് മിക്കവാറും മാറ്റിത്തരും. കംഫോർട്ട്ലെസ് ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. സഫിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കംഫോർട്ട്ലെസ് ആയിരിക്കും ആൻസർ. ചൂസ് ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് ദി ഫ്രേസൽ വെർബ് give in. He gave in to his friend's request. Give in എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതെ ഫസ്റ്റ് നമ്മൾ നിരസിച്ചതിന് ശേഷം പിന്നീട് എഗ്രി ചെയ്യുന്നതിനാണ് ഗിവ് ഇൻ എന്ന് പറയുന്നത്. അതായത് വഴങ്ങുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഇതിൽ കറക്റ്റായിട്ട് വരുന്ന ഹി ഗേവ് ഇൻ ടു ഹിസ് ഫ്രണ്ട്സ് റിക്വസ്റ്റ്. ഓക്കെ, ഇതിൽ PSC തന്നിരിക്കുന്ന ആൻസർ ഇതാണ് കേട്ടോ. ഇതിൽ മാറ്റം ഉണ്ടാവുമായിരിക്കാം. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് എ ജെറണ്ട്. ജെറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബിൻ്റെ കൂടെ ING ഫോം വരുന്നതാണ് ജെറണ്ട്. ഇവിടെ ഒറ്റ ഉത്തരവുള്ള ING ഫോം വരുന്നത്. അതാണ് ഷീ എൻജോയ്സ് സ്വിമ്മിങ് ഇൻ ദ ഓഷ്യൻ. വാട്ട് ഈസ് ദ ടേം ഫോർ ദ എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ്? എക്സസീവ് യൂസ് ഓഫ് വേർഡ്സിന് യൂസ് ചെയ്യുന്നത് എന്താ? വെർബോസിറ്റി. എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ് എന്താണ്? വെർബോസിറ്റി. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദി റിപ്പോർട്ടഡ് സ്പീച്ച്. ഡയറക്റ്റ് സ്പീച്ചിൽ എന്താ തന്നിരിക്കുന്നത്? ഐ വോണ്ട് ബി എബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ്. അപ്പോൾ വോണ്ട് ബി എന്താവും? വുഡിൻ ബി ആകും. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ നോക്കി ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം ഡിലീറ്റ് ചെയ്യാം. അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഷീ സെഡ് ദാറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ. ഷീ സെഡ് ദാറ്റ് ഷീ വുഡിൻ ബി എബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ്. ഓപ്ഷൻ ഡി ആണ്. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ ജെൻഡർ. ഇവർ പറഞ്ഞിരിക്കുന്നത് മാസ്കുലിൻ ജെൻഡറും ഫെമിനിൻ ജെൻഡറും കറക്റ്റായിട്ടുള്ള യൂസേജ് ഏതാണ് അതിന് നമ്മൾ മാർക്ക് ചെയ്യാനാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ദ ടൈഗ്രസ് ഈസ് നോൺ ഫോർ ഹിസ് ട്രൈബ്സ്. ടൈഗ്രസ് എന്ന് പറയുമ്പോൾ എന്താ? ഫെമിനിൻ ജെൻഡറാണ്. അപ്പോൾ ഹിസ് അല്ല വരേണ്ടത്, ഇവിടെ ഹെറാണ് വരേണ്ടത്. ടൈഗ്രസ് എന്ന് പറയുമ്പോൾ ഫെമിനിൻ ജെൻഡറാണ്, അതുകൊണ്ട് ഇവിടെ ഹെറാണ് വരേണ്ടത്. അതുകൊണ്ട് ഇത് തെറ്റ്. ദ വിക്സൺ ഈസ് നോൺ ഫോർ ഹിസ് കണ്ണിങ് ട്രിക്സ്. വിക്സൺ എന്ന് പറഞ്ഞാൽ എന്താ? ഫെമിനിൻ ആണ്, ഇവിടെ ഹെർ വരണം. അപ്പോൾ അതും തെറ്റ്. ദ സ്റ്റാലിയൻ ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഹിസ് സ്ട്രെങ്ത്. അത് ശരിയാണ്. സ്റ്റാലിയൻ മെയിലാണ്, അതുകൊണ്ട് അത് കറക്റ്റാണ്. അപ്പോൾ ആൻസറായിട്ട് വരുന്നത് ഇതാണ്. ദ ലയൺ ഈസ് നോൺ ഫോർ ഹെർ ഹണ്ടിങ് സ്കിൽ. ലയൺ ആണ് വരേണ്ടത്, ലയണസ് ആണ് വരേണ്ടത്. ഹെർ ആകുമ്പോൾ ഇവിടെ ഹെർ വരുവാണെങ്കിൽ ഇവിടെ ലയണസ് ആണ് വരേണ്ടത്. അപ്പോൾ ടൈഗ്രസ് ഇവിടെ വരേണ്ടത് ഹെർ ആയിരുന്നു, അതുകൊണ്ട് തെറ്റി. വിക്സൺ എന്താ? ഫോക്സ് ആണ് മെയിൽ വരുന്നത്. ഫോക്സ് ആണ് വിക്സൺ. ഫോക്സ് അല്ല തന്നിരിക്കുന്നത്. വിക്സൺ എന്ന് പറയുന്നത് ഫീമെയിൽ ആയതുകൊണ്ട് ഇവിടെ ഹെർ ആയിരുന്നു വരേണ്ടത്, അതും തെറ്റി. സ്റ്റാലിയൻ കറക്റ്റാണ്, അത് മെയിൽ ജെൻഡർ തന്നെയാണ്. മെയിൽ അല്ല, മാസ്കുലിൻ ജെൻഡർ തന്നെയാണ്. അത് തന്നെയാണ് മെയിൽ. മാസ്കുലിൻ ജെൻഡർ തന്നെയാണ് വന്നത്, അതുകൊണ്ട് ഓപ്ഷൻ സി. സെലക്ട് ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് വേർഡ്സ്. The night rode his horse into the sunset. സൺസെറ്റ് അടുപ്പിച്ചാണ് എഴുതേണ്ടത്. ബിഗ് സെൻറ്റൻസ് യൂസസ് ദ കറക്റ്റ് കമ്പാരിറ്റീവ് ഡിഗ്രി. കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഫാസ്റ്റർ ദാൻ എന്ന് വരും. അപ്പോൾ ഏതാ ഉള്ളൂ? ഷീ റൺസ് മോർ ഫാസ്റ്റർ ദാൻ എന്ന് വരും. ഇല്ല, ഷീ റൺസ് ഫാസ്റ്റർ ദാൻ ഹിം. ഓപ്ഷൻ സി. വാട്ട് ഡസ് ദ ഇഡിയം ടു സ്പിൽ ദ ബീൻസ്? ടു സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ടു സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താ ടു സ്പിൽ ദ ബീൻസ്? ടു റിവീൽ എ സീക്രട്ട്. To spill the beans means to reveal a secret. Choose the correct sentence with the proper use of verb. The child fallen asleep during the movie. ഇത് കറക്റ്റാണ്. അടുത്തത് ചൈൽഡ് ഫെൽ അസ്ലീപ് ഡ്യൂറിങ് ദ മൂവി. ഇവിടെ ഫെല്ല് വരുവാണെങ്കിൽ എങ്ങനെയാണ് വരേണ്ടത്?
ചൈൽഡ് ഫോളൺ അസ്ലീപ് ഡ്യൂറിങ് ദ മൂവി. ഇപ്പം എന്താ പറയേണ്ടത്? ചൈൽഡ്, ഇത് തെറ്റാണ്. ചൈൽഡ് ഹാസ് ഫോളൺ എന്നാണ് പറയേണ്ടത്. ചൈൽഡ് ഹാസ് ഫോളൺ അസ്ലീപ് ഡ്യൂറിങ് ദ മൂവി, അതാണ് പറയുന്നത്. ചൈൽഡ് ഫെൽ അസ്ലീപ് ഡ്യൂറിങ് ദ മൂവി, അത് കറക്റ്റാണ്. ചൈൽഡ് ഫോളിങ് അസ്ലീപ് ഡ്യൂറിങ് ദ മൂവി, അങ്ങനെ വരുമോ? ഫോളിങ് വരുവാണെങ്കിൽ, ING വരുവാണെങ്കിൽ അതിന് മുമ്പ് എന്ത് വരും? ഇത് ഈസ് ഫോളിങ് എന്ന് വരും. ചൈൽഡ് ഈസ് ഫോളിങ് അസ്ലീപ് ഡ്യൂറിങ് ദ മൂവി. ഇത് ചൈൽഡ് ഫോൾഡ് അസ്ലീപ്, ഫോൾഡ് എന്ന് പറഞ്ഞൊരിത് ഇല്ല, അപ്പോൾ അങ്ങനെയും തെറ്റാണ്. നെക്സ്റ്റ് വൺ, റെബേക്ക റെയർലി ഈറ്റ് സ്വീറ്റ്സ്. റെയർലി എന്ന് പറയുന്നത് നോട്ടിന് പകരം യൂസ് ചെയ്യുന്നൊരു വേർഡാണ്. റെയർലി എന്ന് പറയുന്നത് നോട്ടിന് പകരം യൂസ് ചെയ്യുന്ന വേർഡാണ്. അപ്പോൾ ഇതിനകത്ത് നോട്ടില്ലാത്ത ടാഗ് ആയിരിക്കും വരുന്നത്. ഇനി ഈറ്റ്സ്, ഈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ? ഡെസ് പ്ലസ് ഈറ്റ് ആണ് ഈറ്റ്സ്. എന്താണ്? ഡെസ് പ്ലസ് ഈറ്റ് ആണ് ഈറ്റ്സ്. ഡെസ് പ്ലസ് ഈറ്റ് ആണ് എന്ത് വരുന്നത്? ഈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെസ്, റെബേക്ക ഒരു ലേഡി ആയതുകൊണ്ട് ഷീ, ഡെസ് ഷീ എന്ന് വരും. ഓപ്ഷൻ എ. വാട്ട് ടൈം ഡിസ്ക്രൈബ്സ് ദ ഡെലിബറേറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് എക്സ്റ്റെർമിനേഷൻ ഓഫ് എ നാഷണൽ, റാഷ്യൽ, പൊളിറ്റിക്കൽ ഓർ കൾച്ചറൽ ഗ്രൂപ്പ്? ഏതാ? ജിനോസൈഡ്. ചൂസ് എ സ്യൂട്ടബിൾ സിനോണിം ഫ്രം ദി ഫോളോയിങ് ഓപ്ഷൻസ് ഫോർ ദി ഗിവൺ വേർഡ്. മെറ്റിക്കുലസ്. എന്താണ് മെറ്റിക്കുലസ് എന്ന് പറഞ്ഞാൽ? സിനോണിം എന്ന് വെച്ചാൽ സെയിം മീനിങ്. മെറ്റിക്കുലസ്, കെയർഫുൾ. അപ്പം നമുക്ക് ഇത് ഫസ്റ്റ് ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 1ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സ്റ്റേജ് 2 കൂടെ നോക്കാം. വൺ മസ്റ്റ് ഡു ഡാഷ് വർക്ക്. വൺ മസ്റ്റ് ഡു ഡാഷ് വർക്ക് ഏത് വരത്തുള്ളൂ? 1 വരുമ്പം പിന്നീട് വരുന്നത് വൺസ് തന്നെ ആയിരിക്കും. വൺ മസ്റ്റ് ഡു വൺസ് വർക്ക്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. അക്വൈൻറ്റൻസ് ഏതാ വരുന്നത്? ACQUA. അക്വ. ഇൻ. ടാൻസ്. അക്വ, ACQUAINTANCE. അക്വ ഇൻ ടാൻസ്. അക്വ ഇൻ ടാൻസ്. നെക്സ്റ്റ് വൺ, ചൂസ് ദ പ്രോപ്പർ സീക്വൻസ് ആൻഡ് മാർക്ക് ദ ഫോളോയിങ്. ദ മജസ്റ്റിക് മഹാഗണി ടേബിൾ, ഇത് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബിലോങ്സ് ടു ആൻ, ഇത് ഓപ്ഷൻ എങ്ങനെ വരും? ദ മജസ്റ്റിക് ബിലോങ്സ് ടു ആൻ ഓൾഡ് കിങ് വിച്ച് ഹാഡ് വൺ ലെഗ് മിസ്സിംഗ്, ഹൂ ഈസ് നൗ ഇംപവറിഷ്ഡ് ബട്ട് നോട്ട് വിത്തൗട്ട് സം പ്രൈഡ് എന്നാണ് പറയേണ്ടത്. തെറ്റ് വന്നത്. പ്രോഡ് അല്ല, പ്രൈഡ്. ദ മജസ്റ്റിക് മഹാഗണി ടേബിൾ വിച്ച് ഹാഡ് വൺ ലെഗ് മിസ്സിങ്, അപ്പോൾ ക്യൂ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. വിച്ച് ഹാഡ് വൺ ലെഗ് മിസ്സിങ്, ബിലോങ്സ് ടു ആൻ ഓൾഡ് കിങ്, അപ്പോൾ QP വെച്ചിട്ടുള്ള ഒറ്റ ഓപ്ഷനുള്ളൂ. ബിലോങ്സ് ടു ആൻ ഓൾഡ് കിങ്, who is now impoverished but not without the some pride. ഓപ്ഷൻ D ആണ് വരുന്നത്. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ഫോർ ദി ഫോളോയിങ്. റൈസിങ് എയർ ടെമ്പറേച്ചർ ഡാഷ് ദ ഫിസിക്കൽ നേച്ചർ ഓഫ് അവർ നേഷൻ. അഫക്റ്റ്. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഐഡൻറ്റിഫൈ ദ സിനോണിം ഫോർ വെനിറേറ്റ്. വെനിറേറ്റിൻ്റെ മീനിങ് എന്താണ്? റെസ്പെക്റ്റ്. ഐഡൻറ്റിഫൈ ദ ആൻറ്റണിം ഫോർ ഇമാസിയേഷൻ. ഇമാസിയേഷൻ എന്ന് വെച്ചാൽ ശോഷണം, അതിലുള്ളൊരു മീനിങ് ആണ് ഇമാസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഒരു തളർന്നിരിക്കണം, അങ്ങനെയുള്ളൊരു ഊർജ്ജസ്വലമല്ലാത്ത എന്നുള്ളൊരു മീനിങ് ആണ് ഇമാസിയേഷൻ. അതിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? ആൻറ്റണിം എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? ഇൻവിഗറേഷൻ. ഇൻവിഗറേഷൻ എന്ന് വെച്ചാൽ നല്ല പവറായിട്ടിരിക്കുന്ന, നല്ല ഊർജ്ജത്തോടെ ഇരിക്കുന്ന എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഐഡൻറ്റിഫൈ ദ പെയർ ഓഫ് റിലേറ്റഡ് വേർഡ്സ്. ബ്ലഡ്, കൺഫ്യൂസ്ഡ്. അതുപോലെ തന്നെ വരുന്നത് എന്താ? സെയിം മീനിങ് വരുന്നത് ഏതാ? മഡിൽഡ്, അൺക്ലിയർ. ബ്ലഡ്, കൺഫ്യൂസ്ഡ്, മഡിൽഡ്, അൺക്ലിയർ. എ ലാർജ് ഡാർക്ക് ഗ്രേ ക്ലൗഡ് that brings rain or snow is called nimbus. A large dark grey cloud that brings rain or snow is called nimbus. The idiom to have an axe to grind means to have a selfish interest to serve. I dash go to the market with my friends now. Now ഉള്ളപ്പോൾ എന്താണ്? I am going to the market with my friends now.
ദിസ് ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഈസ് ഡാഷ് എനി അതർ ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഇൻ ദ മാർക്കറ്റ്. കോസ്റ്റ്ലിയർ ദാൻ, കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് വരുന്നത്. ഷീ എഗ്രി കഴിഞ്ഞ് എന്താ പറയുന്നത്? എഗ്രി ടു വാട്ട് എവർ കണ്ടീഷൻസ് വെർ പുട്ട് ബിഫോർ ഹെർ. ഷീ എഗ്രി ടു വാട്ട് എവർ കണ്ടീഷൻസ് വെർ പുട്ട് ബിഫോർ ഹെർ. Identify the most suitable pair of words to complete a sentence. Despite being the dominant partner in a relationship, the franchisor does not always have all the advantages. Option D. We are happy that our chief minister with the members of his cabinet dash to be present at the function. ചീഫ് മിനിസ്റ്റർ ഇപ്പോൾ ഒരാളെ ഉള്ളൂ. വിത്ത് വരുമ്പോൾ എന്താ? ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഈസ്, വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, ഇൻ അഡീഷൻ ടു, അതിനെല്ലാം ഫസ്റ്റ് സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വെർബ് വരുന്നത്. അതുകൊണ്ട് ഈസ്. നോ സൂണർ ഷീ ഹാഡ് എൻറ്റേർഡ് ദ റൂം. നോ സൂണർ വന്നു കഴിഞ്ഞാൽ ദാൻ വരും. ദാൻ ഉള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുക പോലും വേണ്ട, അത് തന്നെ എഴുതാം. No sooner had she entered the room than the lights went out and everybody began to make sound. We met her immediately after the session in which she had given a nice speech. Next one. The guests admired my paintings but they ഏതാ വരുന്നത്? seem to have disliked. The guest admired my paintings but they seem to have disliked my writings. Find out the correct sentence. I think him as a silly boy. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ അറിയുന്നവരൊന്ന് നോക്കിയേക്ക്. ഇത് അധികം ചോദിക്കാത്ത ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐ തിങ്ക് ഹിം ആസ് എ സില്ലി ബോയ്. ഐ തിങ്ക് ഹിം ആസ് ടു ബി എ സില്ലി ബോയ്. ഇതിൽ നോക്കേണ്ടത് ഐ തിങ്ക് ഹിം കഴിഞ്ഞതിന് ശേഷം ആസ് വരുത്തില്ല. അപ്പോൾ ആസ് ഇല്ലാത്ത ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഐ തിങ്ക് ഹിം എ സില്ലി ബോയ്. ഓർണിത്തോളജി മീൻസ് സ്റ്റഡി ഓഫ് ബേർഡ്സ്. സെലക്ട് ദ ഓൾട്ടർനേറ്റീവ് വേർഡ് ഫോർ ഡിസ്റ്റേസ്റ്റ്ഫുൾ ഫ്രം ദ ഫോളോയിങ്. ഏതാ? ഡിസ്റ്റേസ്റ്റ്ഫുൾ, അൺപ്ലസൻറ്റ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് സ്വയം പരിശോധിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾക്ക് അറിയാത്തതെന്നുള്ളത് മനസ്സിലാക്കി അടുത്ത എക്സാമിന് പോവുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.